ഇന്ന് അമ്മൂമ്മയുടെ ഒരു കറിയാണ് കേട്ടോ. ഒന്നുമില്ല, നമുക്കൊരു ദിവസം പച്ചക്കറികളൊന്നും വീട്ടിലില്ലെങ്കിൽ വളരെ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ്. ഇതിന് അമ്മൂമ്മ തമ്പുളി എന്നാണ് പറയാറ്. നമുക്ക് അസുഖമൊക്കെ വന്ന് ഊണ് കഴിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഈ ഒരു കറി വെച്ച് കുറച്ചെങ്കിലും ഊണ് കഴിക്കാൻ പറ്റും കേട്ടോ. തേങ്ങയോ പച്ചക്കറികളോ ഒന്നും ഇല്ലാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉലുവയും കൂടി ഒന്ന് പൊട്ടിക്കണം. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ഉണക്കമുളകും കൂടി പൊട്ടിച്ചിടാം. ഇതൊന്ന് വറുത്ത് കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം, പക്ഷേ ചെറിയ ഉള്ളി തന്നെ ഉണ്ടെങ്കിൽ ചേർക്കുന്നതാണ് ഇതിന് ഈ കറിക്ക് നല്ലത്. ഈ ഉള്ളി കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഞാൻ 10 എണ്ണമാണ് എടുത്തത്. അത് ചെറുതായി മുറിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഗോൾഡൻ കളറൊന്നും ആവണ്ട, ഒന്ന് കളർ മാറിയാൽ മതി. ഇതിലേക്ക് ഒരു പീസ് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കട്ടക്കായാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. ഞാൻ വാളം പുളിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടില്ല. നേരത്തെ വെള്ളത്തിൽ ഇത് ഇട്ട് വെച്ചിരുന്നു. ഇനി ഇതൊന്ന് പിഴിഞ്ഞ് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ ചിലപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇനി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇപ്പം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.